ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരുപാട് റിക്വസ്റ്റ് ഒക്കെ വന്നിട്ടില്ല, ഒന്ന് രണ്ട് റിക്വസ്റ്റ് ഒക്കെ വന്നിട്ടില്ല വാഷി ടബ്സ് ആണ് കേട്ടോ. ഞാനിവിടെ 9 വാഷി ടബ്സ് ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഞാനതിന് എടുക്കുന്നത് ഈ ഒരു ടൈപ്പ് ടാപ്പാണ്. ഞാൻ എടുത്തിട്ടുള്ള ടാപ്പ് കുറച്ച് വീതി കൂടിയതാണ്, അപ്പോൾ അതിന് കുറഞ്ഞതുണ്ട് കേട്ടോ. അപ്പോൾ അത് മതി എന്നുള്ളവർക്ക് അതെടുത്താൽ മതി കേട്ടോ. ഞാനിവിടെ എല്ലാ സൈസിലുള്ളത് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിത് ആവശ്യമാണ് കേട്ടോ. ടാപ്പ് എടുത്തിട്ട് കട്ടിംഗ് മാറ്റിലേക്ക് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ടൊരു റൂളറും പെൻസിലും എടുത്തിട്ട് ഞാൻ എനിക്ക് വേണ്ട സൈസിൽ അതൊന്ന് ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ റൂളറിൻ്റെ കോലായിരുന്നു നോക്കേണ്ട, അത് പൊട്ടിപ്പോയിട്ടുണ്ട്. എൻ്റെ കയ്യിൽ അപ്പോൾ അതേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. എൻ്റെ കളർ തീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബ്രൗൺ വിൻറ്റേജ് ടൈപ്പാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വൈറ്റും ബ്രൗണും ഒക്കെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ എല്ലാ കളേഴ്സും ഉണ്ടാക്കുക എന്നായിരുന്നു പ്ലാനിങ്. പക്ഷെ ബ്രൗണും വൈറ്റും മിക്സ് ചെയ്തപ്പോൾ എനിക്കൊരു യെല്ലോ ടിൻറ്റ് വന്ന പോലെയാണ് കേട്ടോ ഫീൽ ചെയ്തത്. എന്നാലും കുഴപ്പമില്ല, നമ്മൾ ഈ ഒരു തീമിനനുസരിച്ച് സെറ്റായി പോകും കേട്ടോ. ഞാനിവിടെ പെയിന്റ് യൂസ് ചെയ്തിട്ട് അങ്ങനെ 3 എണ്ണമാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത്. ബാക്കി 3 എണ്ണം എൻ്റെ കയ്യിൽ കുറച്ച് ബ്രൗൺ ലൈറ്റ് കളേഴ്സ് ഉണ്ടായിരുന്നു, ഞാൻ അത് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. രണ്ടും നമുക്ക് കുഴപ്പമില്ല കേട്ടോ, രണ്ടും അടിപൊളിയാണ്. നിങ്ങളുടെ കയ്യിൽ മാർക്കേഴ്സ് ഇല്ലെങ്കിൽ നമ്മൾ ബ്രൗണും വൈറ്റും തന്നെ എടുത്തിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടേക്കൊക്കെ കുറച്ച് കൂടുതലും കുറവൊക്കെ എടുത്താൽ സെറ്റ് ആവും കേട്ടോ. ഞാനപ്പോൾ എനിക്ക് എടുക്കാനുള്ള മടിയുണ്ട്, അപ്പോൾ കളേഴ്സ് യൂസ് ചെയ്തേ ഉള്ളൂ. അതിലൊരെണ്ണം ഞാൻ പെയിന്റും കാര്യങ്ങളും ചെയ്യുന്നില്ല കേട്ടോ. അതിനുശേഷം നമ്മൾ ഡിസൈനിങ്ങും കാര്യങ്ങളും കൊടുക്കാൻ പോവുകയാണ്. ഞാനിവിടെ എനിക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെയാണ് കേട്ടോ അങ്ങ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റിൽ ഞാൻ കുറച്ച് ലവ് യു എന്ന് പറഞ്ഞിട്ട് കുറച്ച് എഴുതി കൊടുത്തിരിക്കുകയാണ്. അത് 2ആയിട്ട് കട്ട് ചെയ്യാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാനത് കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. സെക്കൻഡ് ഞാനൊരു ലീഫിൻ്റെ പാറ്റേണിൽ ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. തേർഡ് വൺ ഞാൻ ചെയ്തിട്ടുള്ളത് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഗ്രിഡ് ലൈൻസ് ആണ്. അത് ഞാൻ ബ്രൗണിൻ്റെ മുകളിൽ ഒരു വൈറ്റ് പെന്ന് വെച്ചിട്ട് ഇങ്ങനെ ലൈൻ ഇട്ട് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. ഫോർത്ത് വൺ ഞാൻ ചെയ്തിട്ടുള്ളത് ബ്രൗണിൻ്റെ മുകളിൽ വൈറ്റ് പെന്ന് വെച്ചിട്ട് തന്നെ കുറച്ച് ഫ്ലവേഴ്സ് ഇങ്ങനെ വരച്ചു കൊടുത്തിരിക്കുകയാണ്. ഫിഫ്ത്ത് വൺ ഞാൻ ചെയ്തിട്ടുള്ളത് കുറച്ച് ലൈൻസ് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ലവ് ഇങ്ങനെ ഇട്ട് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. ആ ഒരു പാറ്റേൺ നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഞാൻ പറയുന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും കേട്ടോ. പിന്നെ കുറച്ച് ക്ഷമയോടെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും. നെക്സ്റ്റ് നമ്മൾ ചെയ്തെടുക്കുന്നത് യെല്ലോൻ്റെ മുകളിൽ നമ്മൾ ബ്ലാക്ക് കളർ വെച്ചിട്ട് ഒന്നിങ്ങനെ റൗണ്ട് ആയിട്ട് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ ചെയ്യുന്നത് ഇതിന് ലീഫ് എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ഇതുപോലൊരു വള്ളി അങ്ങോട്ട് വരയ്ക്കുക, അവിടെ ഇവിടെയൊക്കെ കുറച്ച് ലീഫ് വരച്ചു കൊടുക്കുക, അത്രയേ ഉള്ളൂ. അടുത്ത് നമ്മൾ പാറ്റേൺ എന്ന് പറയുന്നത് കുറച്ച് ലവും കുറച്ച് കുത്തൊക്കെ ഇട്ട് കൊടുത്ത് സെറ്റാക്കുകയാണ്. പിന്നെ ലാസ്റ്റ് വണ്ണായിട്ട് ചെയ്യുന്നത് ജസ്റ്റ് ഒന്നൊരു ബ്രൗൺ പെയിന്റ് അടിച്ചു കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി ഞാനിതിൽ കട്ട് ചെയ്യുന്ന പോർഷൻ കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട്. ഞാനിവിടെ കട്ടിംഗ് മാറ്റ് യൂസ് ചെയ്യാൻ കാരണം എന്താണെന്നറിയോ? ഞാൻ നേരത്തെ ലൈൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ആ ലൈനിലൂടെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുക. നമ്മൾ ഈ പേപ്പറൊക്കെ കട്ട് ചെയ്യുന്ന കട്ടിംഗ് നൈഫ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുക. ഇനി കട്ടിംഗ് മാറ്റും കാര്യങ്ങളും ഇല്ലാത്തവരാണെങ്കിൽ ഈ ടേബിൾ യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ടേബിളിലൊക്കെ ലൈൻസും കാര്യങ്ങളും വരും. അതില്ലാണ്ടിരിക്കാനാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഇനി ഈ പറഞ്ഞ 2 സംഭവങ്ങളും കയ്യിലില്ലെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് പറിച്ചെടുത്തതിന് ശേഷം ആ ലൈനിലൂടെ ഒന്ന് സിസർ വെച്ച് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. നെക്സ്റ്റ് വൺ നമുക്ക് വേണ്ടത് ഇത് റൗണ്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു റൗണ്ട് വേണം. അപ്പം നമ്മൾ അതിന് ചെയ്യുന്നത് കുറച്ച് കട്ടിയുള്ള പേപ്പർ എടുത്തിട്ട് അതിങ്ങനെ ജസ്റ്റ് റോൾ ചെയ്തെടുക്കുകയാണ്. ഇനി റോൾ ചെയ്യാൻ അറിയാത്തവരുത് ഇതുപോലൊരു ബോട്ടിൽ എടുത്തിട്ട് ജസ്റ്റ് അതിലിങ്ങനെ ചുറ്റി കൊടുത്തതിന് ശേഷം ആ അറ്റത്ത് കുറച്ച് ഗമ്മ തേച്ചിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. അതിനുശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഓരോ പീസ് ഉണ്ടല്ലോ അതിങ്ങനെ പറിച്ചെടുത്തതിന് ശേഷം അതിന് മുമ്പായിട്ടൊരു കാര്യം ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ഈ റൗണ്ട് ഉണ്ടാക്കി എടുത്തോലോ, അതിന് മുകളിലായിട്ട് നമ്മൾ സെല്ലോ ടേപ്പ് യൂസ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ഇതിൻ്റെ അറ്റം വരെ നമുക്ക് യൂസ് ചെയ്യാൻ അത് യൂസ്ഫുൾ ആവും കേട്ടോ. എന്നിട്ട് ഓരോന്നിങ്ങനെ ഇതുപോലെ പറിച്ചെടുത്തതിന് ശേഷം ഈ റോൾസ് ഉണ്ടല്ലോ അതിന് മുകളിലേക്കായിട്ട് ഇതിങ്ങനെ ചുറ്റി ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ ഞാൻ ഈ 9 എണ്ണം ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ, എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ വീഡിയോയെ കുറിച്ച് ഇത്രയൊക്കെ പറയാനുള്ളൂ. ഇനിയൊക്കെ ചെയ്യാനുള്ളത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. കാരണം ഞാൻ അധികം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടോന്ന് എനിക്കറിയില്ല കേട്ടോ. നിങ്ങൾ എന്തായാലും വീഡിയോ ഒക്കെ കണ്ടിട്ട് ചെയ്തു നോക്കൂ കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയാൻ അത്രയൊക്കെ ഉള്ളൂ. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് ഗിവ് അവേയുടെ കാര്യമാണ്. ഞാൻ കുറച്ച് കമൻസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, എന്നാണ് ഗിവ് അവേ വെക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഗിഫ്റ്റ്സും കാര്യങ്ങളൊക്കെ ഓർഡർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എത്തട്ടെ കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഓരോന്നായിട്ട് ചെയ്യാം. അതിൽ ഒരെണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ഓൾറെഡി പോസ്റ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെയുള്ളത് എന്നാണ് അനൗൺസ് ചെയ്യുക വിന്നേഴ്സ് ആരൊക്കെ എന്നുള്ളത്, അത് ഞാൻ എൻ്റെ ചാനലിൽ 1,25,000 സബ്സ്ക്രൈബർ ആവുമ്പോഴായിരിക്കും കേട്ടോ. ഇപ്പോൾ 1,08,000 സബ്സ്ക്രൈബേഴ്സ് ആവാനായിട്ടുണ്ട് കേട്ടോ.
അതുപോലെ തന്നെ ഞാൻ ഇൻസ്റ്റ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇൻസ്റ്റയിൽ എനിക്കൊരു 1K ഫോളോവേഴ്സ് ആവുമ്പോൾ ഞാൻ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യും കേട്ടോ. പിന്നെ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്, എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആവുന്ന ഒരു സമയം ഉണ്ടാവുമല്ലോ, ആ ഒരു സമയത്ത് എനിക്ക് ഫസ്റ്റ് ഇൻകം കിട്ടുന്ന ആ ഒരു ഇൻകത്തിൻ്റെ ഇപ്പം ഞാൻ 3-4 പേർക്ക് കൊടുക്കുന്ന ഗിഫ്റ്റ് അന്ന് എനിക്ക് ചിലപ്പോൾ 10 പേർക്ക് 15 പേർക്കൊക്കെ കൊടുക്കാൻ പറ്റും. ആ ഒരു സമയത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ വെയിറ്റ് ചെയ്യുന്നത്. ഈ ഒരു കാര്യം നടത്താൻ നിങ്ങളെ സപ്പോർട്ട് എനിക്ക് എന്തായാലും വേണം കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ. ബൈ.